തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുക്കാൻ വേണ്ടി വരണം എന്നാവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് മൊഴിയെടുക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ മൊഴി കൊടുത്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് മൊഴിയെടുക്കാതെ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മൊഴിയെടുക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ കൂടാരനെ സംബന്ധിച്ചും മറ്റ് ഈ പൂരം അലങ്കോലപ്പെടാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് നേരിട്ട് ബന്ധമുള്ള അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ. പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റുകൾ എന്ന നിലയിൽ ചില ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഇതിന് വിവരാവകാശം വെച്ച് ചോദിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നത് പോലീസ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് പോലീസിൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ പറയുന്ന കാര്യത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഗൂഢാലോചന നടന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള പഴയ നിലപാട് എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. ഭാഗത്ത് RSSനെ പറ്റി RSSും BJPയും അന്നത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഞാൻ അവിടെ സൂചിപ്പിക്കും. പോലീസിലെ പങ്കുണ്ടെന്നുള്ള അത് പോലീസിൻ്റെതായ പങ്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരട്ടെ, പറഞ്ഞ ശേഷം പറയാം. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തൃശൂർ രാമനിലയത്തിൽ വെച്ചപ്പോൾ VS സുനിൽകുമാറിന്റെ മൊഴിയെടുക്കുകയാണ്. മലപ്പുറം അഡീഷണൽ SP ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. ജേസൺ, ഈ മൊഴിയെടുക്കലിന് ഏതൊക്കെ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിൽ പോലീസിന്റെ വീഴ്ച, വലിയ രീതിയിലുള്ള വീഴ്ച ചർച്ചയായി. VS സുനിൽകുമാറാണ് ഒരു ഘട്ടത്തിൽ താൻ കൊടുത്ത പരാതിയിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം പ്രതികരിച്ചത്. അതിനുശേഷമാണല്ലോ ആരോപണം ഒന്ന് ചൂടുപിടിക്കുകയും ചെയ്തിരിക്കുന്നത്. പൂരം കലങ്ങിയിട്ടേയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നിടത്താണ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ആരൊക്കെയാണ് ഉദ്യോഗസ്ഥർ, ജേസൺ? മലപ്പുറം അഡീഷണൽ SP ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ഇപ്പോൾ VS സുനിൽകുമാറിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് വിവാദങ്ങൾക്കും വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദേവസ്വങ്ങളുടെ, പ്രത്യേകിച്ച് തിരുവമ്പാടി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി പല ഘട്ടങ്ങളിലായി അവരെ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ചാണ് പ്രധാനമായും ദേവസ്വം നൽകിയിരിക്കുന്ന മൊഴി. ഇപ്പോൾ VS സുനിൽകുമാർ വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന തൻ്റെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. RSS ഒരു ഭാഗത്തുണ്ട്, പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നിട്ടെന്ന് അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. മറിച്ച് ചില ഫോട്ടോസും അതുപോലെ തന്നെ വിവരാവകാശം അദ്ദേഹത്തിന് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിവരാവകാശത്തിന് മറുപടി കിട്ടിയില്ല. എങ്കിൽ പോലും തനിക്കറിയാവുന്ന, തനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട നിരവധി കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പ് മൊഴിയായി നൽകിയ ശേഷം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാമെന്നാണല്ലോ VS സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്.